ഇപ്പോഴത്തെ വയനാടിൻ്റെ ദുരന്തം നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കണോമിയെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ വയനാട്ടിലുള്ള ആളുകളെ ഇത് എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ള പറയാൻ പറ്റും? നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ ഈ മൊത്തം റവന്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു $140 ബില്യൺ ഈക്വലൻ്റാണ്. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള കേരളത്തിൽ മൊത്തം എല്ലാം കൂടെ കണക്കൂട്ടി GDP എന്ന് വേണേൽ പറയുവാണെങ്കിൽ വരാവുന്നത്. അപ്പോൾ ഈ വയനാട് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാനം നമുക്ക് ടൂറിസമാണ്. പിന്നെ ടൂറിസത്തിൽ നിന്ന് വരുന്നതിൽ നിന്നും വളരെ കുറഞ്ഞൊരു വരുമാനം മാത്രമേ കൃഷി എന്നുള്ള, കാരണം ഒരു പരമ്പരാഗതമായിട്ടുള്ളൊരു കൃഷിയായതുകൊണ്ട്. അപ്പം ഇവിടുത്തെ നമ്മുടെ ഒരു കൺസേൺ, ഇപ്പം ജനങ്ങളെല്ലാം ലോകം മുഴുവനും ഈ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ളൊരു അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ ഇത് മാറിയിട്ടില്ല. സാധാരണ ഇതിൽ ഞാൻ വയനാട്ടിൽ പല ട്രെയിനിങ് എടുക്കാനായിട്ട് വീക്കെൻഡിലൊക്കെ പോകുമ്പോൾ ഒക്കെ നമ്മുടെ പാർട്ടിസിപ്പൻസിന് റൂംസ് കിട്ടാതെ കൊണ്ട് തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ട്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ എന്നൊക്കെ വരുന്ന പിള്ളേർ അവരുടെ ഒരു, കാരണം ബാംഗ്ലൂർ 1 കോടി കൂടുതൽ പോപ്പുലേഷനായി, മൈസൂരിലേക്ക് പെട്ടെന്ന് വരാം. പിന്നെ മൈസൂർ എയർപോർട്ട് വലുതായി, വയനാടാണ് വരാൻ പറ്റിയൊരു താവളമുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പം ഈ ഒരു ദുരന്തം വന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, ദുരന്തം വന്ന ഒരു പ്രത്യേക ഭാഗത്ത്, അത് വയനാടിൻ്റെ മൊത്തം ഒരു കാര്യമല്ല, അത് മനസ്സിൽ നിന്നും നമ്മൾ ഒത്തിരി മാറ്റിയെടുക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ ടൂറിസത്തിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇപ്പം ഈ വയനാട് ദുരന്തത്തെക്കുറിച്ച് പല തിയറികളും പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ മഴ ഓർക്കാപ്പുറത്തങ്ങ് വരുമല്ല. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് വരുന്ന ഈ നമ്മുടെ നീരാവി ഇതിങ്ങനെ കറങ്ങി നിൽക്കുക. അപ്പം നമ്മുടെ ഈ വെസ്റ്റേൺ ഗാട്ട്സ് ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് ഇത് പോകാതെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും ഇതിങ്ങനെ തിരിച്ചടിച്ച് കറങ്ങി നിൽക്കും. അടിയിൽ കൂടെ ഒരു ഹോട്ട് എയർ, ഒരു കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഹോട്ട് കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് മഴ പെയ്യാതിരിക്കുന്നത്, ഇത് മൊത്തം ഇങ്ങ് വരാതിരിക്കുന്നത്. പക്ഷേ ഇത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഹോട്ട് എന്നുള്ളത് കോൾഡ് ആയിക്കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കത്തില്ലെങ്കിൽ പോരും. അതിന് വലിയ മൊത്തം മഴയായിട്ട് വരുന്നതിനാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു 7 സെൻറ്റിമീറ്ററൊക്കെ മഴ ഒരു ദിവസം പെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫ്ലഡ് വരും എവിടെ ആയാലും. ആ സമയത്ത് 200-300 സെൻറ്റിമീറ്റർ മഴ പെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്ലഡിൻ്റെ എത്ര ഇരട്ടിയാണ്. അപ്പോൾ ആ ജലം നമുക്ക് യഥാർത്ഥത്തിൽ വരുന്നത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ പാറയായിട്ട് അഡ്ഹസീവായിട്ട് ഒട്ടി നിൽക്കുന്ന മണ്ണ് കംപ്ലീറ്റ്ലി കുതിർന്നു പോകും. അപ്പോൾ ഗ്രാവിറ്റി കൊണ്ട് അത് പുള്ളി താഴേക്ക് വരും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അവിടെ കറക്റ്റ് ആ പ്രശ്നം നടന്നുകൊടുത്ത് പാറ പൊട്ടിച്ചതൊന്നുമല്ല. പാറ പൊട്ടിച്ചതോ ഇല്ലെങ്കിൽ ആ കറക്റ്റ് ആ സംഭവിച്ച സ്ഥലത്ത് മണ്ണെടുത്ത് മാറ്റിയതോ പാറ പൊട്ടിച്ചതോ ഇതൊന്നുമല്ല. അവിടെ കസ്തൂരി രംഗൻ്റെ ഇതിൽ വരുന്നതോ അതൊന്നുമല്ല ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ റിയൽ പ്രോബ്ലം ഗ്ലോബൽ വാർമിങ് വല്ലാതെ കൂടിപ്പോയിട്ട് നമ്മളതിന് ആൾട്ടർനേറ്റീവായിട്ട് നമ്മളിപ്പം ഡീസൽ ഉപയോഗിക്കാതെയും പെട്രോൾ ഉപയോഗിക്കാതെയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെ ഉപയോഗിക്കാതെ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചൈനയൊക്കെ പോലുള്ള ഇൻഡസ്ട്രീസ് രാജ്യങ്ങൾ ഒരുപാട് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ് ഒരുപാട് കൂടുന്നതനുസരിച്ച് ഇനിയും കടലിൽ നിന്ന് നീരാവി അടുത്ത വർഷം നീരാവി വല്ലാതെ പോകും. കാരണം വാർമിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി നമ്മൾ പിടിക്കേണ്ടത് അവിടെയാണ്. വയനാടിനെ കുറ്റം പറയുന്നതിന് പകരം ഈ കാർബണിൻ്റെ ഉപയോഗം, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഉപയോഗം എല്ലാ സ്ഥലത്തും നമ്മൾ മാക്സിമം ഇത് ചെയ്തിട്ട്, ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂഷൻ, അറ്റോമിക് എനർജി ഫ്യൂഷൻ, നോട്ട് ഫിഷൻ, അത് വരുമ്പോഴത്തേക്ക് സൂര്യന് നടക്കുന്ന അതേ രീതിയിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ എനർജിയുടെ ഒരു സ്കേഴ്സിറ്റിയെ ഫ്യൂച്ചറിൽ ഇല്ലാതാവും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇലക്ട്രിക് കാറുകളിലേക്ക് ഒക്കെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും, പിന്നെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നത് പെട്രോളിയം പ്രോഡക്ട്സ് മുഴുവനും നമ്മൾ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ വീണ്ടും അപ്പം ഇതിൻ്റെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ സമുദ്രജലം ഭയങ്കരമായിട്ട് ചൂടായി, ഹ്യൂജ് നീരാവി താങ്ങാൻ പറ്റുന്നതിന് കഴിഞ്ഞും ഹ്യൂജ് നീരാവി മോളിപ്പോയി. ഒരു വർഷം പെയ്യേണ്ട മഴയെ കഴിഞ്ഞും കൂടുതൽ ഒറ്റ രാത്രി കൊണ്ട് പെയ്യുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് ഇനിയും നമുക്കത് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. പല സ്ഥലത്തും പല പ്രാവശ്യം, ഇപ്പം അടുത്ത വർഷം അതിൻ്റെ പിന്നത്തെ വർഷമൊക്കെ നമുക്കിത് സംഭവിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പറയുന്നതിനകത്ത് യഥാർത്ഥ സത്യം ഇതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ് റിയാലിറ്റിയാണ്, അത് നടന്നു കഴിഞ്ഞു. പക്ഷെ ഇനി അതിൽ നിന്ന് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു വേറൊരു കാര്യം പറയാൻ. അടുത്ത വർഷവും ഇത് വരാം.
തീർച്ചയായും അതിന്റെ പിന്നത്തെ വർഷം എല്ലാ വർഷവും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ആഘാതം വളരെ കുറവാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടത് പരസ്പരം കുറ്റം പറയുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ഞാൻ ഒരുമായിട്ട് നാസയിൽ പോയി സംസാരിച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ നിന്ന് പറയുകയാണ്. അപ്പം ഞാനത് പറഞ്ഞ ഒരു അസ്ട്രോനോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു അണ്ടർവെയർ എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോകാനായിട്ട് 17 കിലോ ഫ്യൂവൽ കൂടുതൽ വേണം. അത്രയും കുറച്ചാണ്. അപ്പോൾ ഫുഡെല്ലാം കാണിച്ചു, ഇങ്ങനെ പൊടിച്ച് കംപ്രസ് ചെയ്ത് ആണ് കൊണ്ടുപോകുന്നത്. ആഹാരക്കഴിപ്പ് പോലും വളരെ കുറച്ച്. എന്നിട്ട് എത്രയോ കാലം അവരവിടെ സ്പേസ് സ്റ്റേഷൻ ഇങ്ങനെ ഇന്ത്യക്ക് മുകളിൽ എല്ലാ രാജ്യത്തിനും മുകളിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, വെറുതെ തീ പിടിക്കുന്നതും ദുരന്തങ്ങളും എല്ലാം കണ്ടെത്താനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ വെതർ കണ്ടെത്താനായിട്ടുള്ളത് ഭയങ്കര അഡ്വാൻസ്ഡ് സിസ്റ്റമാണ്. നമ്മുടെ ISROയുടെ കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക്, ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഈ ഡേറ്റ കൊടുക്കുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ദുരന്തം നമുക്ക് വളരെ നേരത്തെ ഭയങ്കരമായ മഴ കൂടാനുണ്ട് അറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ പണ്ട് മുതലൊക്കെ റേഡിയോ വെച്ച് കേട്ടോണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു മിഷണറി ഉണ്ടാകണം, ജനങ്ങളും അലേർട്ടാകണം. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ചിലപ്പോൾ മൊബൈൽ നിർത്താതായിരിക്കും. അപ്പം നമ്മൾ അന്നേരം എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു എന്താണ്, ഫോൺ വിളിയല്ല, വെതർ അലേർട്ടാണ്. ഹെയിലുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഐസ് കട്ടകൾ താഴേക്ക് ഒരുപാട് വീഴും, ഇല്ല ചുഴലിക്കാറ്റുണ്ടാകും. ഈ കാര്യങ്ങൾ എല്ലാവരെയും, മുഴുവൻ മൊബൈൽ സബ്സ്ക്രൈബേഴ്സിനെ ഈ ഗ്ലോബൽ റോമിങ്ങിൽ പോകുന്ന എനിക്ക് പോലും അത് കിട്ടുന്ന രീതിയിൽ, ആ രീതിയിലാണ് ആ സാധനം എല്ലാവർക്കും വരുവാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ഗൈഡായിട്ടുള്ള ജീവിതമായിരിക്കണം. അപ്പോൾ രാത്രി 2 മണിക്കാണ് നമുക്ക് വിവരം കിട്ടുന്നത് ഇതുപോലൊരു വലിയ നാച്ചുറൽ കലാമിറ്റീസ് വരാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവിടേക്ക് നമുക്ക്, അപ്പോൾ അവിടെ റെസ്ക്യൂ സ്ഥലത്തേക്ക് മാറാനായിട്ടുള്ള സൗകര്യമാണ്. സത്യം പറഞ്ഞാൽ വയനാട് അതാണ് സംഭവിച്ചത്. അത് രാത്രിയാണ് സംഭവിച്ചത്. രാത്രി ഞാൻ അവിടെ പോയതാണ്. അപ്പോൾ സംഭവിച്ചത് രാത്രി 12 മണിക്കൊക്കെ സംഭവിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ അവിടെ വേറെ കൊടുക്കാനില്ല. ആളുകൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, അവർ പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നൊരു ഇതില്ല. അപ്പോൾ അത് നമ്മൾ സോയിൽ പൈപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് സംഭവിച്ചത്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതിൽ ഇനി അതിൽ നമുക്ക് റിക്കവർ ചെയ്യണമല്ലോ. നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ട് കാര്യമില്ല. ഈ റിക്കവറി ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ട 1-2 മാർഗങ്ങൾ റിയാലിറ്റി അവിടെ ഉണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങൾ കൺവേർട്ട് ചെയ്യാം. പലരും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, ഇത് ഞങ്ങൾ ഇനി ഒരു റിട്ടേൺ വാൾ കിട്ടും, ഈ വന്ന കല്ലുകൊണ്ട് ചെയ്യുക. ഇതൊന്നും പ്രാക്ടിക്കലല്ല. നമ്മളെപ്പോലെയുള്ള ഒരു എക്കണോമി ഉള്ള രാജ്യത്ത് നമുക്ക് അതിനെ റിയാലിറ്റി ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടാണ് ജനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് സിസ്റ്റം അതിലേക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ വരാത്തത് എന്തുകൊണ്ടാണ്? അതെ, ഒരു കാര്യം, നമ്മുടെ ഇക്കോണമി അത്ര മോശമൊന്നും അല്ല കേട്ടോ. ഇപ്പം 150 ബില്യൺ ഡോളേഴ്സിൻ്റെ GDP ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. ഒരു 38,000 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഇതിന് വലിപ്പമുള്ളൂ. പക്ഷേ ഇതിൻ്റെ 10-20 ഇരട്ടി വലിപ്പമുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഇതിൻ്റെ 4-1 GDP ഉള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ മാത്രം ഞാൻ പറയുക. അപ്പം കേരളം അത്ര മോശമൊന്നുമല്ല. ശരിക്കും കേരളത്തിൽ വരുമാനം ഇല്ലാത്ത കുറച്ച് പേരുണ്ടാവാം. കേരളം എനിക്ക് തോന്നുന്നത് വളരെ മുന്നിൽ നിൽക്കുന്ന ഇതിൽ തന്നെ ഉള്ളതാണ്. പറഞ്ഞു വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം, നമ്മുടെ ഈ ഗവൺമെൻറ് എക്സ്പെൻസസ് ആവശ്യത്തിന് എണ്ണത്തിൽ വളരെ കൂടുതലായിട്ടുള്ള ഉദ്യോഗസ്ഥരുള്ളതുകൊണ്ട് ഓവർ സ്റ്റാഫ്ഡാണ്. അപ്പോൾ ഈ ഓവർ സ്റ്റാഫ്ഡ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും സ്പെൻഡിങ് ഏതാണ്ട് ഗവൺമെൻറ് കിട്ടാവുന്ന റവന്യൂവിൻ്റെ ഏതാണ്ട് 90% ഈ ഉദ്യോഗസ്ഥരെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോകും. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ, സർവീസുകളോ കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസോ ഇങ്ങനെ ദുരന്ത നിവാരണങ്ങളൊക്കെ നടത്താനായിട്ട് ഫണ്ടിൻ്റെ ഒരു കുറവ് നമുക്ക് വരും. അപ്പം അത് നമുക്കൊരു മേജർ കൺസേണാണ്. അപ്പോൾ എക്സ്പെൻസ് ഭയങ്കര കൂടിപ്പോയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് കൂടിപ്പോയതാണ്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ് പോയിന്റുകൾ കൂടുന്നത്, സ്റ്റാഫിൻ്റെ എണ്ണം കൂടുമ്പോൾ ഡിസിഷൻ എടുക്കാൻ ഡിലേ വരുന്നു. ആ പോയിന്റുകൾ നമ്മൾ ആ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് തീർക്കുവാൻ സാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ 2 ദിവസം മുമ്പ് പോലും ഞാൻ എബ്രോഡായിരുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ അവിടെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എടുക്കുന്ന ഒരു സമയം ഇപ്പം എല്ലാം ഈ IT ഒക്കെ ശരിക്കും ഉപയോഗിക്കുക. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് നടത്തണം. ഞാൻ ഫോറിൻ സിറ്റിസണാണ്. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് ബാക്കിയെല്ലാം കാണിച്ചുകൊണ്ട് ഒരു മീറ്റിങ്ങിന് ഞാനാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കാണിച്ചിട്ട് എനിക്ക് പെർമിഷൻ കിട്ടാനായിട്ട് 3-4 മണിക്കൂറിനകത്ത് കിട്ടും.
പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരുപാട് ഡിലേ വരുന്നത്. നമ്മളിപ്പോൾ കുറ്റം പറയുന്ന ഒരു ടോണിലല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഈ IT-യുടെ ഒക്കെ സാങ്കേതിക വിദ്യ നമ്മൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നത്തിന് ഉപരിയായിട്ട് അതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് കിട്ടണം. കാരണം ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കസ്തൂരി രംഗം തന്നെ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ കസ്തൂരി രംഗിൻ്റെ പേര് പറഞ്ഞിട്ട് അത് പാലിച്ചില്ല എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടെ നമുക്ക് ചെയ്യാവുന്നത്, എളുപ്പത്തിൽ പറ്റാവുന്നത്, ഈ ഗവൺമെൻറ്റിൽ നിന്നും ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ അത് പോയി പിന്നെ നമുക്ക് ക്ലൈമറ്റ് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ എൻവയറമെൻറ്റിലൊക്കെ പോയി വരുന്നതിന് പകരം നമുക്ക് കസ്തൂരി രംഗിനകത്ത് പിന്നെ സോൺ 1 ഉം 2 വരുന്ന വീടുകളിൽ ഒരു അലാം വെക്കാം, ഒരു അലേർട്ട് ചെയ്യാനായിട്ട് ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ്. അത് ചിലപ്പോൾ ഒരു വർഷം 4 വർഷത്തേക്ക് 5 വർഷത്തേക്ക് ഇത് വർക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കൂടി, എല്ലാവരും TV എപ്പോഴും ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. രാത്രി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ 2 മണിക്ക് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാനൊരു വിദേശത്തോടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മൊബൈൽ നിർത്താതെ അടിച്ചെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഹെയിൽ വരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദുരന്തം അറിയിക്കാനായിട്ട്, അപ്പം ഞാൻ ജപ്പാനിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന ദുരന്തങ്ങളൊക്കെ നിത്യസംഭവമാണ്. അവിടുത്തെ പത്രത്തിൻ്റെ മെയിൻ ഹെഡിലൊന്നും ഇങ്ങനത്തെ ദുരന്തങ്ങളെക്കുറിച്ചുള്ള വാർത്ത വരാറില്ല, കാരണം അത് വാർത്തയല്ല, ഇറ്റ്സ് നത്തിങ് ന്യൂ. പക്ഷെ അവർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനാമി ആണെങ്കിലും ശരി, അഗ്നിപർവ്വതത്തിൻ്റെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണെങ്കിലും ശരി, ഈ സംഭവങ്ങൾക്ക് ഓവറായിട്ട് മഴ പെയ്യുന്നതിനൊക്കെ ആണെങ്കിലും ശരി, നമ്മളൊരു വീട് വെച്ച് താമസിക്കുന്നിടത്തോളം അവർക്കൊരു പ്ലാൻ B കൂടെ ഉണ്ട്. ഒന്ന് മാറേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് മാറണം. അതുപോലെ തന്നെ കെട്ടിടങ്ങൾ വെക്കുമ്പോൾ നമ്മൾ അപകടങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണം, ഇങ്ങനെ ഒരു പ്ലാനിങ്ങിനകത്തുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനായിട്ട് നമ്മൾ ജപ്പാനിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നേരിട്ട് സാറ്റലൈറ്റിൽ നിന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഡേഞ്ചർ ഉണ്ടെന്നുള്ളത് അറിയിക്കാനായിട്ട് പറ്റിയ ഒരു 10, 200, 500 രൂപയുടെ കാര്യമേ ഉള്ളൂ. ഈ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ കാർ ഓടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വേണമെന്നില്ല, ഇല്ല, ഇന്ത്യയിൽ അങ്ങനെ നിയമമില്ല. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ അത് മസ്റ്റാണ്. നമുക്ക് കാർ ഉപയോഗിക്കുന്ന ആൾക്കാർ ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കാരണം അത് വേണം. അപ്പം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ദുരന്തം വരാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും വിധത്തിൽ വരാൻ ചാൻസ് ഉള്ള റീജിയൻസിൽ ഈ വീട്ടിൽ ഈ ദുരന്തം അറിയിക്കാനുള്ള ഉപകരണം വേണം. അപ്പം അതിന് ചെറിയ തോതിലുള്ള ചെറിയ ബീപ്പ് വരുത്താം. അതല്ല കുറച്ചുകൂടെ വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ വലുതാക്കാം സൗണ്ട്. അതല്ല ഭയങ്കരമായ ദുരന്തമാണ്, വീട് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം വരുവാണെങ്കിൽ അതിന് നിർത്താതെ സൗണ്ടിൽ അലാം ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ദുരന്തം വരുന്ന, അത് പ്രധാനമായിട്ടും ഈ ഒരു പണിയും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന കസ്തൂരി രംഗത്തിൽ പറഞ്ഞേക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അതിപ്പോൾ രണ്ടാമത്തെ റോഡ് ചെറുതായിട്ടൊക്കെ ആകാം, പക്ഷെ സെലക്റ്റഡ് ആയിട്ടുള്ള കൃഷികൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ. അപ്പോൾ 1ഉം 2ഉം ഏരിയയിൽ വരുന്ന സ്ഥലത്ത് ഈ ദുരന്തം അറിയിക്കാൻ ഒരു വീട്ടിലൊരു ചെറിയ ഒരു അലാം സിസ്റ്റം ഡയറക്റ്റ് ആയിട്ട് തന്നെ 2-3 ഏജൻസി വന്നിട്ട് വരണ്ട, നേരിട്ട് തന്നെ അറിയിക്കാനായിട്ടുള്ള സംവിധാനം. സത്യം പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു കൃഷി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് സംഭവിച്ചതല്ല. റിവർ ബെഡിൽ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു, കൂടുതൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റും, അതുകൊണ്ട് ഡാമേജ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ തോടിനും നമുക്കുള്ള നിയമം, ഇപ്പോൾ തോടിന് മൊത്തം നമുക്ക് 10 മീറ്റർ വീതി ഉണ്ടെന്നിരിക്കട്ടെ, തോട് വെള്ളം ഒഴുകുന്ന 10 മീറ്റർ വീതിയുണ്ട്. ആ വീണ്ടും 10 മീറ്റർ 2 സൈഡിൽ നിന്ന് മഴ വേണം. ഓർക്കാപ്പുറത്ത് വലിയ വെള്ളപ്പൊക്കം വരുവാണെങ്കിൽ നമ്മളെ വീടിനെ ഒന്നും ബാധിക്കാതിരിക്കാനായിട്ട് വീട് കെട്ടുമ്പോൾ 10 മീറ്റർ വീതിയുള്ള, ഈവൻ 10 അടിയുള്ളതാണ് പോലും ശരി, അത് 2 സൈഡിൽ നിന്ന് വീട് അത്ര കൂടെ വിടണം. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട്, ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ റിവർ അവിടെ പണ്ട് എക്സിസ്റ്റിംഗിൽ വളരെ ഡെപ്തിലുണ്ടായിരുന്നു. ഇത് കാലാകാലങ്ങളിൽ മണ്ണൊലിച്ചു വന്ന് കല്ലുകൾ വന്നും ഫോം ചെയ്ത് അത് ഏതാണ്ട് 10 മീറ്റർ 12 മീറ്റർ ഒക്കെ നികന്നു പോയതാണ്. ആ ഡെപ്തിൽ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ഡാമേജ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഏതായാലും നാച്ചുറൽ ഒരു ഇത് അവിടെ വന്നിട്ടുണ്ട്. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ, അതിലൊന്നും ഒരു പ്രശ്നമായിരുന്നു. ചോദിച്ചൊരു ചോദ്യം നമ്മുടെ ഇക്കോണമി എങ്ങനെ ബാധിക്കുമെന്നല്ലേ? അതായത് ഞാൻ പറഞ്ഞു വന്നതാണ്, 250 4 വീൽ ഡ്രൈവ് ഉപയോഗിച്ച് 250 മുകളിലുണ്ട്, 270ഓളം 4 വീലിലെ ആളുകൾ കുടുംബം അവിടെ നല്ല ഇതിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വേറെ ഒരു അസിസ്റ്റൻസ് ഗവൺമെന്റിന്റെയോ മറ്റോ ഒന്നും വേണ്ട, അവർ തന്നെ ഇങ്ങനെ. കാരണം ഓരോരുത്തരും മരിച്ചപ്പോൾ അവർ ജീവിച്ചു വന്നവർ ചോദിച്ചു എനിക്കൊരു ജീപ്പ് വേണമെന്ന് ചോദിച്ചു. സെക്കൻഡ് ഹാൻഡ് മതി എന്നാണ്. അവർ വേറെ 10 ലക്ഷം രൂപ വേണം, 20 ലക്ഷം രൂപ വേണം എന്നൊന്നും ചോദിച്ചില്ല. അവർക്ക് ജീവിക്കാനായിട്ട് 4 വീൽ ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അവൻ ഇത് തിരിച്ചും കെട്ടിപ്പടുത്താൻ ആത്മവിശ്വാസം, കോൺഫിഡൻസ് അവനുണ്ട്. അത് എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി.
അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെയുള്ള അസിസ്റ്റൻസ് ആണ് വേണ്ടത്. പണമാണ് അവിടെ കുറവ് ഞാൻ നോക്കിയിട്ട്. അല്ല, ഇവിടെ ഈ അവരെ എങ്ങനെ അതിനൊക്കെ ഒരു എക്സ്പെർട്സ് ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ഈ ദുരന്തമല്ലാത്ത ഒരുപാട് ഏരിയ വയനാട്ടിലുണ്ട്. ഇപ്പൊ വയനാട്ടിലേക്ക് പ്രോപ്പർട്ടി വില കുറച്ച് കൊടുത്താലും എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഇത് വയനാടിനെ അല്ല ബാധിച്ചത്. വയനാടിന്റെ ഒരു കോർണർ, മലബാറിന്റെ ഒരു മൂലയിലാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ പേര് മുഴുവൻ വയനാട് ദുരന്തം എന്നാണ്. വയനാട് ദുരന്തമല്ല, ഒരു കോർണറിൽ സംഭവിച്ച ഒരു കാര്യമാണ്. വയനാടിന്റെ മേജർ സ്ഥലങ്ങളിൽ ഒന്നും ഇത് ബാധിക്കുന്നില്ല, പക്ഷെ അവരുടെ ബിസിനസ്സിനെ അത് ബാധിച്ചിരിക്കുന്നു. അതാണ് ഞാൻ എക്കണോമിയുടെ കാര്യം ചോദിച്ചത്. അവിടെ ഇപ്പോൾ റിസോർട്ടുകൾ അതിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളായിരിക്കും, പക്ഷെ നമ്മളെല്ലാവരും കൂടെ അത് ബിസിനസ്സിനെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ നിന്ന് അത് പോകുമെന്നുള്ളതാണ്. ഇപ്പൊ വയനാട്ടിൽ നമ്പർ 1 ആണ്. അല്ല, ഈ ഒരു സേഫ്റ്റി സിസ്റ്റം, അതായത് അവിടെ വന്ന് താമസിക്കാനായിട്ട് ആൾക്കാർക്ക് ഇപ്പം ഡൽഹിയിലുള്ള പിന്നെ മുംബൈയിലോ ബാംഗ്ലൂരോ ഉള്ള അപ്പോൾ മക്കൾ വയനാട്ടിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ആദ്യം അടിക്കും. അതിന് പകരം ഈ ദുരന്തം വരാൻ ഇനിയാണെങ്കിലും ചാൻസ് ഉള്ളിടത്ത് ഒരു അലാമിംഗ് സിസ്റ്റം 24 hours ഒരു അലാമിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ റിസോർട്ടുകൾക്കും ഒരു പ്ലാൻ ബി ഉണ്ടെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ ആ ഒരു ഇനിഷ്യേറ്റീവ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് വീണ്ടും അവിടെ പോകാനായിട്ട്, ലോകത്തെല്ലായിടത്തും ഇപ്പോൾ പറഞ്ഞ 3000 പേരൊക്കെ ഒറ്റ ദിവസം മരിച്ച ദുരന്തങ്ങളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നില്ലേ. അപ്പം പിന്നെ അവിടെ ഈ പ്രോപ്പർട്ടി കച്ചവടം നടക്കുക, പ്രോപ്പർട്ടി വിൽക്കത്തില്ല എന്നൊക്കെ പറയുന്നത്, അവിടെയൊക്കെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ അല്ല. ദുരന്തം സംഭവിച്ച അതിൻ്റെ കാരണം ഇതാണ്, ഗ്ലോബൽ വാർമിംഗ് ആണ്. നമ്മളത് ലോകം മുഴുവൻ അത് കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ബാധിക്കും. ഈ വയനാടിനോട് പറയേണ്ട ഇന്നത്തെ സെന്റിമെന്റ്സും ക്രൈയും നമ്മൾ പറയേണ്ടത് പെട്രോളിയം പ്രോഡക്ട്സ് ഒരുപാട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളോടും ആൾക്കാരോടും കൂടിയാണ്. കുറയ്ക്കൂ അതാണ് ശരിക്കും പറയേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെ വന്ന് പിന്നെ ഇനിയും ഈ പറഞ്ഞാൽ അടുത്ത വർഷം അതിൻ്റെ പിന്നത്തെ വർഷം ഒരു ഗ്യാരണ്ടി ഇല്ല അതൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയാം. പക്ഷെ ഇപ്പം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയനാട്ടിലേക്ക് പോകുന്ന ഇപ്പം എൻ്റെ മകൻ പോവുക, ഇല്ല എൻ്റെ സ്റ്റാഫുകൾ പോവുകയാണ്. അപ്പം എനിക്കൊരു കൺസേൺ ഉണ്ട്, എൻ്റെ സ്റ്റാഫുകളെല്ലാം എൻ്റെ ടീം മെമ്പേഴ്സൊക്കെ അവിടെ ആണല്ലോ, എവിടെയുള്ളതാണ് ഇത്. അപ്പം അതിനെക്കുറിച്ചൊരു കാറ്റഗറൈസ് ചെയ്യുക, അതായത് ഒരു റിസ്ക്കും ഇല്ലാത്ത ഏരിയ ഉണ്ട്, ഒരു കാരണവശാലും ഒരു റിസ്ക്കും വരത്തില്ലാത്ത റിസോർട്ട്സും ഉണ്ട്. പക്ഷെ അവിടേക്കും ആൾ പോകുന്നില്ല. ഒരു റിസ്ക്കും ഇല്ലാത്തടത്ത് പ്രോപ്പർട്ടിയുടെ വാല്യൂ അത് അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ആ പ്രശ്നമില്ല, ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് 24 hours നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം വന്നാൽ മാറാൻ പറ്റിയ, അപ്പോൾ അവരുടെ ലൈഫ് സുരക്ഷിതമാണെന്നുള്ളൊരു മെസ്സേജ് ലോകമെമ്പാടും വന്നു കഴിഞ്ഞാൽ, അപ്പം ഇതാണ് ഇതിനകത്ത് നമുക്ക് ആത്യന്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഈ വയനാട്ടിലുള്ളവരും പിന്നെ മറ്റ് പൊതുപ്രവർത്തകരും ഗവൺമെൻറ്റും എല്ലാം ചെയ്യേണ്ടത് ഈ ഒരു കോൺഫറൻസ് വേണ്ട സേഫ്റ്റി ഫസ്റ്റ്. ആ സേഫ്റ്റിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് അതുപോലെ തന്നെ ഈ അപകടങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, അടുത്ത പ്രാവശ്യം അവിടെ ആയിരിക്കണമെന്നില്ല, വേറെ എവിടെയാണെങ്കിലും ഇത് വരാം. അപ്പം അങ്ങനെ ഇനിയും പല സ്ഥലത്തും ഇത് സംഭവിക്കാം. അപ്പം അതുകൊണ്ട് ദുരന്തത്തിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉള്ള സ്ഥലത്തെല്ലാം നമ്മൾ ഈ ജപ്പാൻ ചെയ്തിരിക്കുന്ന പോലെ 24 hours ഗവൺമെൻറ് ഷീൽഡ് ചെയ്യുക, വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാനായിട്ടുള്ള സൗകര്യങ്ങളും രക്ഷപ്പെടാനായിട്ടുള്ള സംവിധാനങ്ങളും എപ്പോഴും നമ്മൾ നോക്കട്ടെ. ഇവിടെ ഒരു പിന്നെ ഇടുക്കി ജില്ലയിലൊരു ഒത്തിരി കുട്ടികൾ മുങ്ങി മരിക്കുന്ന വരത്തേക്കും കേരളത്തിൽ നമ്മളിപ്പോൾ ഈ പിന്നെ ബോട്ടിലൊന്നും ഈ നമ്മൾ ലൈഫ് സേവ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കണമെന്ന് ലൈഫ് ബോയ് വെക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. ഇപ്പം പക്ഷേ കമ്പൽസറിയാണ്. ഏത് തടാകത്തിൽ ഇറങ്ങുമ്പോഴും ഈക്വൽ നമ്പർ ഓഫ് ഐറ്റംസ് വേണം. ആ ഒരു സംഭവം വന്നു. അപ്പം ഈ വയനാട് ഇങ്ങനെ വന്നു പോയതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഒരെണ്ണം കൂടെ അതുപോലെ കേരളത്തിൽ സംഭവിക്കരുത്. അല്ല, വയനാട് നന്നായിട്ട് അവിടെ MLA ആണെങ്കിലും ഏറ്റവും എനിക്ക് തോന്നുന്നു യങ്സ്റ്റർ ആയിട്ടുള്ളൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓരോ പോയിന്റിലും നമ്മളോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നിന്നത് അത് വളരെ സ്റ്റഡീഡാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് അവർ റിക്കവർ ചെയ്യാൻ. പക്ഷെ നമ്മുടെ ബിസിനസ്സുകാരെ എങ്ങനെ ബിസിനസ് കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആൾക്കാർ അവിടേക്ക് പോകണമെങ്കിൽ എനിക്കൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യണം. എന്ത് ചെയ്യണം? ഈ 24 hours ലോകത്ത് ഓൾറെഡി ഉള്ളതാണ് സംഭവം. 3-4 ദിവസം കൂടെ നമുക്ക് നടപ്പിലാക്കാവുന്നുള്ളൂ. 24 hours ഈ റിസ്കി ഉള്ള ഏരിയയിലുള്ള എല്ലാ വീടുകളിലെല്ലാം മസ്റ്റായിട്ടും ഈ ഗൾഫിലൊക്കെ വാഹനങ്ങളിൽ പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെക്കുന്നത് പോലെ തന്നെ ആ വീടുകളിൽ മസ്റ്റായിട്ട് പഞ്ചായത്ത് ഉറപ്പ് വരുത്തണം ആ വീടുകളിൽ ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ എന്നിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ മാറാനായിട്ടും ഒരു സംവിധാനം നമുക്ക് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും അത് വന്നില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി, വയനാട് എക്കണോമി എല്ലാം ഓരോരുത്തർ വ്യക്തികളുടെ എക്കണോമി ഇതെല്ലാം ബാധിക്കുന്നതാണ്. അതെ അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ റിക്കവർ ചെയ്തേ പറ്റൂ. ഈ ഒരു തെറ്റായ സേഫ്റ്റി കൊണ്ടുവരിക, സേഫ്റ്റി കൊണ്ടുവരിക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വയനാട്ടിൽ എല്ലാ സ്ഥലത്തും ദുരന്തം നടക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നുള്ളത് ലോകത്തെ ബോധിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം ഇവിടെ പോകും. ഇത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നുള്ളതല്ല, ഒരു 10-12 സേഫ്റ്റി മെക്കാനിസം ഉണ്ട് ഇങ്ങനെ ദുരന്തം വരുന്നിടത്ത് ചെയ്യാവുന്ന, ലോകം മുഴുവനുണ്ട്. നമുക്ക് അതിനുള്ള ഫണ്ടും ഉണ്ട്. അപ്പം ഇനി ഒരു ദുരന്തത്തിന് ഒരു 1% പോലും ചാൻസ് ഇല്ലാതെ നമ്മൾ ഈ മെക്കാനിസം മുഴുവൻ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ആവശ്യം. ഇപ്പം ഈ വയനാട്ടിലെ സാമ്പത്തിക മേഖല നമ്മൾ തിരിച്ചു വരാനും നമ്മുടെ കേരളത്തിൻ്റെ സൽപ്പേരെടുക്കാനും വരുന്നവരും അവിടെ ഉള്ളവരും സേഫ് ആകാനും എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ലൈഫ് സേവിങ് ഇൻഫർമേഷൻ സിസ്റ്റം നടപ്പിലാക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു തിരിച്ചുവരവ്, ജനങ്ങൾക്ക് വീണ്ടും അവിടേക്ക് പോകാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.